മലയോര മേഖലയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ്. അജയ് ചേരുന്നുണ്ട് പേരാവൂരിൽ നിന്ന്. അജയ്, വോട്ടെടുപ്പൊക്കെ തന്നെ 8 മണിക്ക് തന്നെ അവിടെ ആരംഭിച്ചോ? എന്താണ് നമുക്ക് ആദ്യ ഫല സൂചനകൾ എത്ര മണിയോടെ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കും? അർജുൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർന്നതിന് ശേഷമാണ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണുക. അർജുൻ, പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം പേരാവൂർ ബ്ലോക്കിൽ ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു ഇക്കുറി നടന്നത്. 3 മുന്നണികൾക്കും ഒരേപോലെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്കിൽ സർക്കാരിന്റെ പോരായ്മകളും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് UDF തിരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. പേരാവൂർ ബ്ലോക്കിലെ പഞ്ചായത്തുകളുടെ കാര്യമെടുത്താൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏതാനും കുറെ വർഷങ്ങളായി LDF തന്നെയാണ് ഭരിക്കുന്നത്. മുൻപ് UDFും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്. നിലവിൽ LDF കോട്ട എന്ന് തന്നെ പേരാവൂർ ബ്ലോക്ക് വിശേഷിപ്പിക്കാം. പേരാവൂർ ബ്ലോക്കിലെ പഞ്ചായത്തുകളുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ പേരാവൂർ ബ്ലോക്കിൽ കൊട്ടിയൂർ ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും LDF ഭരണമാണ് നിലവിലുള്ളത്. കോൺഗ്രസിന്റെ കുത്തക പഞ്ചായത്തായിരുന്ന, ഇതുവരെ LDFന് ഭരണം കിട്ടാതിരുന്ന കണിച്ചാർ പഞ്ചായത്തിൽ പോലും LDFന്റെ ഭരണമായിരുന്നു ഈക്കുറി ഉണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് മുന്നണി മാറിയതുൾപ്പെടെ പല കാരണങ്ങളും കണിച്ചാർ പഞ്ചായത്തിന്റെ ഭരണ മാറ്റത്തിന് കാരണമായി. എങ്കിൽ കൂടിയും LDFന്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പേരാവൂർ ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിലും കാണാൻ സാധിച്ചത്. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം UDFന് നേടാനായി. എങ്കിൽ കൂടിയും ഇരു മുന്നണികൾക്കും 7 സീറ്റ് വീതം ലഭിച്ച് നറുക്കിട്ടാണ് ഭരണം UDF കരസ്ഥമാക്കിയത്. പക്ഷെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളെല്ലാം തന്നെ LDF നേടുന്ന കാഴ്ചയായിരുന്നു കൊട്ടിയൂരിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. മുൻപത്തതിൽ നിന്നും വിഭിന്നമായി ഐക്യത്തോടെയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നിലവിൽ വലിയ പ്രതീക്ഷയിലാണ് UDFന്റെ പ്രവർത്തകർ ഒന്നടങ്കമുള്ളത്. ഇക്കുറി LDF കോട്ടകൾ തകരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അതുപോലെ തന്നെ LDFനെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിലാണ് LDF പ്രവർത്തകർ ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങളിൽ ഊന്നി തന്നെയാണ് വോട്ട് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. ഭരണത്തിന്റെ മികവ് വോട്ടായി മാറുമെന്നാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നത്. പേരാവൂരിൽ BJPയുടെ കാര്യമെടുത്താൽ അർജുൻ, ആദ്യ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ മണത്തണ വാർഡിൽ കഴിഞ്ഞ തവണ BJP അക്കൗണ്ട് തുറന്നിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വിജയിച്ച ബേബി സോജ എന്ന അതേ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണയും BJP പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മണത്തണയിൽ കളത്തിലിറക്കിയത്. സീറ്റ് എന്നത് 5 സീറ്റായി വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി BJP മാറുമെന്നും നിലവിലെ ഭരണമെടുത്തു നോക്കിയാൽ അർജുൻ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 14 സീറ്റുകളാണ് ഉള്ളത്. അതിൽ UDF ഭരണത്തിൽ 7 കോൺഗ്രസും CPM 5, CPI 1, കേരള കോൺഗ്രസ് മാണി വിഭാഗം 1. കേളകം ഗ്രാമപഞ്ചായത്ത് 13 സീറ്റുകളിൽ ഇപ്പോൾ വാർഡ് വിഭജനത്തിലൂടെ 14 സീറ്റായിട്ടുണ്ട്. LDF പഞ്ചായത്തിൽ CPM 9, കോൺഗ്രസ് 4 എന്നിങ്ങനെയാണ്. കണിച്ചാർ പഞ്ചായത്ത് ആകെ 13 സീറ്റ്, വാർഡ് വിഭജനത്തിലൂടെ ഇക്കുറി 14 സീറ്റ്. LDF ഭരണമുള്ള പഞ്ചായത്തിൽ CPM 4, LDF സ്വതന്ത്രർ 2, കേരള കോൺഗ്രസ് മാണി വിഭാഗം 1, കോൺഗ്രസ് 6. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ആകെ 16 സീറ്റുകൾ, വിഭജനത്തിലൂടെ 17 സീറ്റുകളായിട്ടുണ്ട്. LDF ഭരണമുള്ള പഞ്ചായത്തിൽ CPM 9, CPI 1, കോൺഗ്രസ് 4, മുസ്ലിം ലീഗ് 1, BJP 1 എന്നീ നിലയിലാണ്. കോളയാട് ഗ്രാമപഞ്ചായത്തിൽ ആകെ 14 സീറ്റുകളാണ്. ഇപ്പോൾ വിഭജനത്തിലൂടെ 15 ആയിട്ടുണ്ട്. LDF ഭരണമുള്ള കോളയാട് ഗ്രാമപഞ്ചായത്തിൽ CPM 7, CPI 1, കോൺഗ്രസ് 6 എന്നിങ്ങനെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പോളിംഗ് കുറച്ച് കുറവാണ് എങ്കിലും വിജയിച്ചു കയറാൻ സാധിക്കുമെന്ന് തന്നെയാണ് മുന്നണികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. അർജുൻ, അതേ ആദ്യം പറഞ്ഞതുപോലെ രാവിലെ 8:30 അല്ലെങ്കിൽ ഒരു 9 മണിയോടുകൂടി ഫലസൂചനകൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. ഒരു 9:30 കഴിയുന്നതോടുകൂടി ട്രെൻഡ് എങ്ങോട്ടേക്കാണെന്നുള്ള ഒരു വ്യക്തമായ സൂചന ലഭിക്കും. ഒരു 11:30-12 മണിയോടുകൂടി അന്തിമ ഫലം ലഭിക്കുമെന്നാണ് നിലവിൽ കരുതുന്നത് അർജുൻ.